ഓണം വന്നു കഴിഞ്ഞു. എല്ലാവരും ഓണത്തിരക്കിലേക്ക് നീങ്ങുകയാണ്. അതനുസരിച്ച് വിപണിയും ഉണർന്നു കഴിഞ്ഞു. ഓണക്കാലത്താണ് കേരളത്തിലെ വിപണിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക. എന്ന് വെച്ചാൽ തുണി, അതോടൊപ്പം തന്നെ വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ ആളുകൾ വാങ്ങുന്നത് ഓണക്കാലത്താണ്. ഓണക്കാലത്ത് എല്ലാവരുടെയും കയ്യിൽ അധിക തുകയെത്തും, ബോണസായി അധിക തുകയെത്തും. ആ തുക ഉപയോഗിച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്തെ തന്നെ കണക്കുകൂട്ടി നിൽക്കുന്നുണ്ടാവും എല്ലാവരും. അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും വിപണിയും നടത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും വിലക്കയറ്റത്തിന്റെ സാധ്യതയും ആ സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓണച്ചന്തകൾ ഒരുക്കാൻ സർക്കാരുകൾ രംഗത്തിറങ്ങും. ഓണച്ചന്തകൾ ഇത്തവണ ആരംഭിക്കാൻ തന്നെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡ് മുന്നിട്ട് ഇറങ്ങുന്നു. 92 ഓണച്ചന്തകൾ ആരംഭിക്കാനാണ് തീരുമാനം. സെപ്റ്റംബർ 5 മുതൽ സംസ്ഥാനത്ത് 92 കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഓണച്ചന്ത ഒരുക്കും. 13 ജില്ലാ ചന്തകളും 76 താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താകും സംസ്ഥാന വിപണന മേള. താലൂക്കുകളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ചന്തകളായി പ്രവർത്തിക്കും. ഉത്രാട ദിനം വരെ ഇവ പ്രവർത്തിക്കും എന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്ന് വെച്ചാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഇടപെടൽ ഉണ്ടാകും. ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള ഇടപെടലുകൾ സംസ്ഥാനം നടത്തും എന്ന് തന്നെയാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാലത്തും എന്നതുപോലെ ഇക്കാലത്തും ഓണം ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലുള്ള ഓണാഘോഷ പരിപാടികളൊന്നും ഉണ്ടാകില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ അത്തരമൊരു ഓണാഘോഷ പരിപാടിയിലേക്ക് നീങ്ങാൻ കഴിയില്ല. വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ദിവസങ്ങളായില്ല. ആ ദുരന്തത്തിൽ നിന്ന് മലയാളികൾ ഇതുവരെയും മോചിതരായിട്ടില്ല. ആ സമയത്ത് സർക്കാരിന്റെ മുൻകൈയിൽ വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക തലത്തിൽ സാംസ്കാരിക സംഘടനകളും വായനശാലകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓണാഘോഷ പരിപാടികൾ നടക്കുകയും ചെയ്യും. കാരണം ദുരന്തത്തിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. മലയാളികൾ ആ ദുരന്തത്തിൽ നിന്ന് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ഓണം വരുന്നതോടുകൂടി അതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകുകയും വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആക്കം കൂട്ടുകയും ചെയ്യും എന്ന കാര്യം സംശയമേയില്ല. അതുകൊണ്ട് തന്നെ ഓണം ഗംഭീരമായി നടക്കും. ഓണച്ചന്തകൾ നടത്തും. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് മലയാള മനോരമയിൽ ഒരു വാർത്ത കണ്ടത്. മലയാള മനോരമയിൽ വന്ന വാർത്തയല്ല, കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ വന്ന വാർത്തയാണ്. ആ വാർത്ത മലയാള മനോരമ കൊടുത്തു എന്നേ ഉള്ളൂ. ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 14 മലയാള മനോരമയുടെ 4-ാം പേജിൽ, സാമ്പത്തിക പേജിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സെന്റർ ഫോർ പ്രൈസ് റിസർച്ചിന്റെ റിപ്പോർട്ട്, ഓണം പൊള്ളും, തോത് കുറവ് കേരളത്തിലെന്നും റിപ്പോർട്ടിൽ, വിലക്കയറ്റം തടയാൻ നടപടിക്ക് നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. ഇതിൽ ആദ്യത്തെ തലക്കെട്ട് വായിച്ചു പോയാൽ ആളുകൾക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഓണം പൊള്ളും, ഇത്തവണ വലിയ വിലക്കയറ്റമായിരിക്കും എന്നൊക്കെയാണ് കരുതുക. എന്നാൽ രണ്ടാമത്തെ ഒരു ഉപതലക്കെട്ടാണ് ഏറ്റവും പ്രധാനം. അത് വലിയ വാർത്തയായി മലയാള മനോരമ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ടാണ് അതേക്കുറിച്ച് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്. തോത് കുറവ് കേരളത്തിലെന്നും റിപ്പോർട്ടിൽ എന്നാണ്. വിലക്കയറ്റ തോത് കുറവ് കേരളത്തിൽ എന്നും റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വിലക്കയറ്റം സംബന്ധിച്ച് ഒരു വാർത്ത ദേശീയ തലത്തിൽ വന്നിരുന്നു. ആ വാർത്തയിലാണ്, ആ റിപ്പോർട്ടിലാണ് പറയുന്നത് വിലക്കയറ്റം ഏറ്റവും കുറവ് തോത്, വിലക്കയറ്റത്തിന്റെ തോത് കുറവ് കേരളത്തിലാണ് എന്ന്. അതേക്കുറിച്ചും കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ വാർത്ത പ്രത്യേകിച്ച് ഉദ്ധരിക്കാൻ കാരണം. കേരളത്തിൽ വലിയ വിലക്കയറ്റമാണ്, കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, കേരളത്തിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനലുകളും പത്രങ്ങളുമുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും സത്യം പറയേണ്ടി വരും. ഇന്ത്യയിലാകമുള്ള വിലക്കയറ്റത്തിന്റെ തോതനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വിലക്കയറ്റത്തിന്റെ തോത് വളരെ വളരെ കുറവാണ്. ആ സത്യം ആരും പറയില്ല. പക്ഷെ വിലക്കയറ്റം കൂടുതലാണ്, തക്കാളിക്ക് വില കൂടുന്നു, ഉള്ളിക്ക് വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ പോയി നിന്ന് ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്നിരുന്നാലും സത്യം എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടിൽ തന്നെ പറയാറുമുണ്ട്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കാറില്ല. അങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ ചെറിയ വരി എഴുതി ചേർക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്യുന്ന പണി. അത് മനോരമ തന്നെയാകുമ്പോൾ സ്വാഭാവികമായും അതിന് പ്രാധാന്യമുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. എന്നാലും മനോരമ കൊടുത്ത തലക്കെട്ട് നോക്കൂ. തലക്കെട്ട് വലിയ തലക്കെട്ടാണ്, ഓണം പൊള്ളും എന്നാണ്. ഓണം പൊള്ളും എന്ന് പറഞ്ഞാൽ വിലക്കയറ്റത്തിൽ പൊള്ളും ഓണം എന്നാണ്. ദേശീയ തലത്തിൽ ഉള്ള വിലക്കയറ്റ തോതനുസരിച്ചുള്ള തോത് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട് ഒരു വരി എന്നതുകൊണ്ടാണ് ആ വാർത്ത പ്രാധാന്യം അർഹിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്:
ഓണത്തിന് മുൻപായി കേരളത്തിൽ അവശ്യ സാധന വില കൂടാൻ സാധ്യതയെന്ന് ഭക്ഷ്യവകുപ്പിലെ സെന്റർ ഫോർ പ്രൈസ് റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ് സെല്ലിന്റെ പഠന റിപ്പോർട്ട്. മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ റിപ്പോർട്ട് ചർച്ച ചെയ്തു. കടല, തുവര, പഞ്ചസാര, കുറുവ അരി, വെളിച്ചെണ്ണ എന്നിവയുടെ വിലക്കയറ്റ സാധ്യത റിപ്പോർട്ടിലുണ്ട്. അവശ്യ സാധന ലഭ്യത കൂട്ടാനുള്ള നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഭക്ഷ്യ, റവന്യൂ, പോലീസ്, ലീഗൽ, മെട്രോളജി വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡുകൾ ജില്ലകളിൽ പരിശോധന നടത്തും. മൊത്ത വ്യാപാരികളുടെ യോഗം വിളിച്ച് വില നിലവാരം വിശകലനം ചെയ്യും. വ്യാപാര സ്ഥാപനങ്ങളിൽ വില പ്രദർശിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച വിലക്കയറ്റ തോതിന്റെ കണക്ക് ആന്ധ്ര 5.87, ബീഹാർ 6.37, കർണാടക 5.98, ഒഡീഷ 7.22, കേരളം 5.83 എന്നിങ്ങനെയാണ്. ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് കേരളത്തിലെ വിലക്കയറ്റം എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് കേരളത്തിലെ വിലക്കയറ്റം എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വളരെ പ്രധാനമുള്ളതാണ്. കാരണം ഉൽപാദന സംസ്ഥാനങ്ങളിലാണല്ലോ വിലക്കയറ്റം കുറയുക. ആ ഉൽപാദന സംസ്ഥാനങ്ങളിൽ നിന്ന് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമ്പോൾ സ്വാഭാവികമായും വില കൂടണം. എന്നാൽ കേരളത്തിൽ വിലക്കയറ്റ തോത് കുറവാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല അത് ശക്തമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം അത് കൃത്യമായി നടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിലക്കയറ്റ തോത് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ആരും പറയില്ല. അത് പറയാതെ മാർക്കറ്റിൽ വില കൂടുന്നു, ഉള്ളിക്ക് വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലൈവ് റിപ്പോർട്ടുകളാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിലക്കയറ്റ തോതും അന്യ സംസ്ഥാനങ്ങളിലെ വിലക്കയറ്റ തോതുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ തുലവും കുറവാണ്. അപ്പോഴാണ് മലയാള മനോരമയിൽ തന്നെ ഇത്തരമൊരു വാർത്ത കണ്ടത്. അതുകൊണ്ടാണ് പ്രേക്ഷകരോട് ഇത് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിച്ചത്.